അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ബഹുസ്വര ഇന്ത്യ, ആശയവും ആശങ്കയും എന്നതാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ എക്കാലവും സവിശേഷമാക്കിയ ഒരു ആശയമാണ് അതിൻ്റെ ബഹുസ്വരത. അത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് ഈ നാടിൻ്റെ ആയിരക്കണക്കിന് വർഷങ്ങളായുള്ള ഹൃദയതാളമാണ്. വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു മനോഹരമായ പൂന്തോട്ടം പോലെയാണ് നമ്മുടെ രാജ്യത്തെ പണ്ടുമുതലേ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ചിന്തയെ ഭയമാകുറ്റുന്ന, അറിവിനെ സ്വതന്ത്രമാക്കുന്ന ഒരു ഇന്ത്യയാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ സ്വപ്നം കണ്ടത്. ആ സ്വപ്നത്തിന്റെ കാതൽ ഈ ബഹുസ്വരതയായിരുന്നു. പരസ്പര സഹിഷ്ണുതയോടെയല്ല, മറിച്ച് പരസ്പരം അംഗീകരിച്ചും ആദരിച്ചും ജീവിക്കുന്ന ഒരു ജനതയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആശ. എന്നാൽ ഇന്ന് നാം ഇവിടെ ഒത്തുകൂടുമ്പോൾ ആ ആശയുടെ മുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ദീർഘദർശനം നടത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയെ നേരിടുന്ന ഏറ്റവും വലിയ അപകടം വർഗീയതയാണ്. ഇന്ന് ആ വാക്കുകൾക്ക് എന്നത്തെക്കാളും പ്രസക്തിയേറിയിരിക്കുന്നു. വൈവിധ്യങ്ങളെ ഭിന്നതകളായി കാണാനും അവർ നമ്മളെന്നിങ്ങനെയുള്ള മതിലുകൾ പണിയാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. ഒരേ ക്യാമ്പസിൽ ഒരുമിച്ച് പഠിക്കുകയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ പോലും സംശയത്തിൻ്റെയും അകൽച്ചയുടെയും വിഷവിത്തുകൾ പാകപ്പെടുന്നു. ഇവിടെയാണ് എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങളെ പോലുള്ള യുവജനങ്ങളുടെ പ്രസക്തി. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കർ നൽകിയൊരു താക്കീത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഭരണഘടനയുടെ ധാർമ്മികത അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒന്നല്ല, അത് നാം ബോധപൂർവം വളർത്തിയെടുക്കേണ്ടത് ഒന്നാണ്. അതെ, നമ്മുടെ ബഹുസ്വരത. അതിനെ നാം സംരക്ഷിക്കണം. അതിനുവേണ്ടി നാം ഓരോ നിമിഷവും ജാഗ്രതയോടെ പ്രവർത്തിക്കണം. നമ്മുടെ ഉത്തരവാദിത്വം ചെറുതല്ല, വേറിട്ട ശബ്ദങ്ങളെ അടിച്ചമർത്താനല്ല, അവയെ കേൾക്കാനാണ് നാം പഠിക്കേണ്ടത്. ചരിത്രത്തെ വളച്ചൊടിക്കാനല്ല, അവയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ ഈ ആശങ്കയെ അതിജീവിച്ച് ഇന്ത്യ എന്ന ആശയത്തെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ വീണ്ടെടുക്കുക എന്നതാണ്. പ്രിയ കൂട്ടുകാരെ, സംവാദങ്ങളുടെയും സ്നേഹത്തിൻ്റെയും വാതിലുകൾ നമുക്ക് തുറന്നിടാം. അവരിനെ ഭയക്കുന്നതിന് പകരം അവനെ അറിയാൻ ശ്രമിക്കാം. നമ്മുടെ ബഹുസ്വരത ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യവും മതേതരത്വവും നീതിയും സംരക്ഷിക്കാൻ ഈ തലമുറക്ക് സാധിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.